ഭാഗത്തിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്. നമ്മുടെ ആദ്യ പാഠഭാഗത്തിൽ നമൂനയ്ക്ക് അനുസാർ ലിഖയും എന്ന് പറയുന്ന ഒരു അഭ്യാസം കിടപ്പുണ്ട്, പാഠപ്രവർത്തനം കിടപ്പുണ്ട്. ആ പാഠപ്രവർത്തനത്തിൽ സാമാന്യ വർത്തമാനകാലം തന്നിട്ട് താൽക്കാലിക വർത്തമാനകാലം എഴുതാനായിട്ടാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻസ് അല്ലെങ്കിൽ കാലം എന്താണെന്ന് അറിയണം. ക്രിയ കെ ജിസ് രൂപ സെ ക്രിയ ക സമയ ജ്ഞാതു ഹോ. കാലം ക്രിയ നടക്കുന്ന സമയത്തെയാണ് കുറിക്കുന്നത്. काल 3 प्रकार है: വർത്തമാനകാല്, ഭൂതകാല്, ഭാവികാല്. വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ജിസ് ക്രിയാസെ വർത്തമാന സമയമേ കാം കാ ഹോന പായ ജായി ഉസേ വർത്തമാനകാൽ. അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ക്രിയകളാണ് വർത്തമാന കാലം എന്ന് പറയുന്നത്. ജൈസെ എക്സാമ്പിൾ പറയാം. രാം പഠ്താ ഹെ, രാമൻ പഠിക്കുന്നു. വാഹു പാഠ് പഠ് രഹാ ഹെ, അവൻ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു. സീത പാഠ് പഠ്തി ഹോഗി, സീത പാഠം പഠിക്കുന്നുണ്ടാകും. വർത്തമാനകാൽ 3 प्रकार के होते हैं: सामान्य वर्तमानकाल, താത്കാലിക വർത്തമാനകാൽ, സന്ദിഗ്ധ വർത്തമാനകാൽ. സാമാന്യ വർത്തമാനകാൽ എന്ന് പറഞ്ഞാൽ വർത്തമാനകാൽ മേ ക്രിയ ക ഹോന പായ ജാതാ ഹെ ഉസേ, അതായത് ഇപ്പോൾ നടക്കുന്ന ക്രിയ. സാമാന്യ വർത്തമാനകാല ക്രിയ എഴുതാൻ വേണ്ടിയിട്ട് കർത്താക്കെ ലിംഗവചൻ കെ അനുസാർ താ ഹെ, തേ ഹൈം, തീ ഹെ, തീ ഹൈം, താ ഹും, തീ ഹും, തേ ഹോ, തീ ഹോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ക്രിയാധാതുവിനോടുകൂടി ചേർത്താൽ മതിയാകും. ഉദാഹരണം പറയാം. രാം പഠ്താ ഹെ, രാമൻ പഠിക്കുന്നു. അതായത് രാം പുല്ലിംഗം ആയതുകൊണ്ട് താഹെ വന്നു. ലഡ്കെ പഠ്തേ ഹൈം, ആൺകുട്ടികൾ പഠിക്കുന്നു. പുല്ലിംഗ ബഹുവചനമാണ്. ലഡ്കെ ആയതുകൊണ്ട് തേ ഹൈം വന്നു. രമ പഠ്തി ഹെ, രമ പഠിക്കുന്നു. രമയായതുകൊണ്ട് തീ ഹെ വന്നു. ലഡ്കിയാം പഠ്തി ഹെ, പെൺകുട്ടികൾ ബഹുവചന, സ്ത്രീലിംഗ ബഹുവചനമായതിന് തീ ഹൈം ചേർത്തു. മൈം പഠ്താഹും, ഞാൻ പഠിക്കുന്നു. മൈം പുല്ലിംഗത്തിലാണ്. മൈം പഠ്തിഹും, ഞാൻ പഠിക്കുന്നു. ഞാനെന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തും പഠ്തേ ഹോ, തും എന്ന് പറയുന്നത് പുല്ലിംഗ ബഹുവചനമായതുകൊണ്ടാണ് തേഹോ വന്നിരിക്കുന്നത്. തും പഠ്തി ഹോ, നിങ്ങൾ പഠിക്കുന്നു. തും സ്ത്രീലിംഗത്തിലായതുകൊണ്ട് സ്ത്രീലിംഗ ബഹുവചനത്തിലും എഴുതിയിരിക്കുന്നു. അടുത്തായി താൽക്കാലിക വർത്തമാനകാലമാണ്. അതായത് തുടർച്ചയെ സൂചിപ്പിക്കുന്ന ക്രിയ, പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. താൽക്കാലിക വർത്തമാനകാല ക്രിയ എഴുതാനായിട്ട് കർത്താക്ക് ലിംഗവചൻ കെ അനുസാർ രഹാ ഹെ, രഹേ ഹൈം, രഹി ഹെ, രഹി ഹൈം, രഹാഹും, രഹീഹും, രഹേഹോ, രഹീഹോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ക്രിയാധാതുവിനോടുകൂടി ചേർത്താൽ മതിയാകും. ഉദാഹരണം: രാം പഠ് രഹാ ഹെ, രാമൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രാം പുല്ലിംഗമായതുകൊണ്ട് ഏകവചനമായതുകൊണ്ട് രഹാ ഹെ. ലഡ്കെ പഠ് രഹേ ഹൈം, ആൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് ലഡ്കെ ബഹുവചനം, പുല്ലിംഗ ബഹുവചനമായതുകൊണ്ട് രഹേ ഹൈം. രമ പഠ് രഹി ഹെ, രമ സ്ത്രീലിംഗ ഏകവചനമായതുകൊണ്ട് രഹി ഹെ. ലഡ്കിയാം പഠ് രഹി ഹൈം, പെൺകുട്ടികൾ ലഡ്കിയാം ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ട് രഹി ഹൈം. മൈം പഠ് രഹാഹും, മൈം പുല്ലിംഗമായതുകൊണ്ട് രഹാഹും. മൈം സ്ത്രീലിംഗത്തിലാവുമ്പോൾ രഹീഹും. തും പഠ് രഹേഹോ, നിങ്ങൾ എന്ന് പറയുന്ന തും എന്ന് പറയുന്നത് ബഹുവചനമായത് രഹേഹോ വന്നു. തും സ്ത്രീലിംഗത്തിലാണെങ്കിൽ രഹീഹോ ചേർക്കും. ഇനി നമുക്ക് പാഠഭാഗത്തിലെ അഭ്യാസ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ ചട്പർ ഔർ നട്കർ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ നമൂനയ്ക്ക് അനുസാർ സമച്ചയം ഔർ ലിഖയും എന്ന് പറയുന്ന പാഠപ്രവർത്തനത്തിൽ മാതൃക തന്നിട്ടുണ്ട്. ചട്പട്ട് ദൗഡ് ലഗാത്താ ഹെ എന്നതിനെ ചട്പട്ട് ദൗഡ് ലഗാ രഹാ ഹെ, അതായത് സാമാന്യ വർത്തമാനകാലത്തെ താത്കാലിക വർത്തമാനകാലമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. ലഗാത്താ ഹെ എന്നതിനെ താൽക്കാലിക വർത്തമാന ലഗാ രഹാ ഹെ എന്നെഴുതും. അതുപോലെ ചട്പട്ട് ഔർ നട്കട്ട് ദൗഡ് ലഗാത്തേ ഹൈം എന്നതിനെ ചട്പട്ട് ഔർ നട്കട്ട് ദൗഡ് ലഗാ രഹേ ഹൈം ബഹുവചനമാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമൂനയ്ക്ക് അനുസാർ ലിഖയും എന്ന് പറയുന്ന പാഠഭാഗത്തിൽ തന്നിട്ടുണ്ട്. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്ക് ലിഖയും എന്ന് തന്നിട്ടുണ്ട്. അത് ആദ്യം തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? നട്കട്ട് രോത്താ ഹെ, അതെങ്ങനെ എഴുതുന്നത്? നട്കട്ട് രോത്താ ഹെ എന്നുള്ളത് രോ രഹാ ഹെ. നട്കട്ട് പുല്ലിംഗ ഏകവചനമായതുകൊണ്ട് താഹേ വന്നു. അതിപ്പുറത്ത് വരുമ്പോൾ രഹാഹേ വരും. ചട്പട്ട് ഔർ നട്കർ സ്കൂൾ സെ ആത്തേ ഹൈം, ബഹുവചനമാണ്, രണ്ടുപേരുണ്ട്. ചട്പട്ട് ഔർ നട്കറുണ്ട്. അപ്പം ആത്തേ ഹൈം എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താത്കാലിക വർത്തമാനകാലത്തിലേക്ക് എഴുതുമ്പോൾ ചട്പട്ട് ഔർ നട്കട്ട് ആ രഹേ ഹൈം, സ്കൂൾ സെ ആ രഹേ ഹൈം എന്നെഴുതും. നാവ് ചൽത്തി ഹേ, നാവ് സ്ത്രീലിംഗമാണ്, തീ ഹേ വന്നു. അതുകൊണ്ട് നാവ് ചൽ രഹി ഹേ എന്ന് വന്നു. സർദിയാം ശുരു ഹൊത്തി ഹേ, സർദിയാമാണ്, തീ ഹൈം വന്നു. അതുകൊണ്ട് ഹോ രഹി ഹൈം.
ഇതുപോലെയുള്ള പാഠപ്രവർത്തനങ്ങൾ നിങ്ങളും ടെസ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതേണ്ടതാണ്.